മാസപ്പടി കേസിൽ ED അന്വേഷണം പുതിയ തലത്തിലേക്ക്. CMRൽ നിന്ന് സംഭാവനകൾ കൈപ്പറ്റിയ നേതാക്കളെയും ചോദ്യം ചെയ്യും. കേസിൽ ഉൾപ്പെട്ടവരുടെ കൂടുതൽ സ്വത്തുക്കളും മരവിപ്പിക്കും. തുടരന്വേഷണം ഊർജിതമാക്കാൻ ED ദക്ഷിണ മേഖലാ മേധാവി പ്രശാന്ത് കുമാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബുവാണ് നമ്മളോടൊപ്പം ചേരുന്നത്. രേഷ്മ, മാസപ്പടി കേസിൽ പുതിയൊരു തലത്തിലേക്കാണല്ലോ അന്വേഷണം പുരോഗമിക്കുന്നത്. പറയൂ. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുകയാണ്. അതായത് ഈ ചുരുക്കെടുത്ത പേരിലുള്ള നേതാക്കളെ സംബന്ധിച്ചുള്ള അവരെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള നീക്കത്തിലേക്കും നടപടിയിലേക്കുമാണ് ED അന്വേഷണ സംഘം നടത്തുക. നേരത്തെ അറിയാം, ഈ PV ഉണ്ടായിരുന്നു, ആർച്ച് ഉണ്ടായിരുന്നു, അങ്ങനെ വലിയ രീതിയിൽ മുൻനിര നേതാക്കന്മാരുടെ പേരുകൾ എന്നുള്ള സൂചനയായിരുന്നു അന്ന് പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഇവരെ കേന്ദ്രീകരിച്ച് ഇവരെ ചോദ്യം ചെയ്യാനായിട്ടുള്ള നീക്കത്തിലേക്കാണ് ED കടക്കുന്നത്. ആദായ നികുതി വകുപ്പാണ് നേരത്തെ മാസപ്പടി കുറിപ്പ് കണ്ടക്ട് ചെയ്ത് ഈ ആദായ നികുതി വകുപ്പ് അല്ലെങ്കിൽ ആദായ നികുതി വെട്ടിച്ചുകൊണ്ടാണ് ഈ പണമിടപാടുകൾ നടന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും ഈ നേതാക്കന്മാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങളായിരിക്കും ED അന്വേഷണ സംഘം നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ ജില്ലയുടെ മൊഴി ഒരിക്കൽ കൂടി ED പരിശോധിക്കുന്നുണ്ട്. അതിനനുസൃതമായിട്ട് വീണ്ടും EDയെ വിളിച്ചു വരുത്തി, അതായത് സമയത്ത് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനായിട്ടുള്ള നീക്കത്തിലേക്കും ED കടക്കും. നേരത്തെ കഴിഞ്ഞ ദിവസം 2 ദിവസം EDയുടെ അവലോകന യോഗം, അതിൽ പ്രോസിക്യൂട്ടർമാരടക്കമുള്ള ആളുകൾ ഇവിടെ ഉന്നത ഉദ്യോഗസ്ഥർ ഇവരൊക്കെ തന്നെ പങ്കുചേർന്നുകൊണ്ടാണ് ഈ മാസപ്പടി ഇടപാട് അവരുടെ കേസ് ഇതുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ടുള്ള തുടർ നടപടികൾ ഏത് വിധത്തിൽ സ്വീകരിക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുള്ളത്. എന്തായാലും വിശദമായിട്ടുള്ള ബിനാമി ഇടപാടുകൾ കേന്ദ്രീകരിച്ചുള്ള വിശദാംശങ്ങൾ തേടുന്നതിലേക്കും കടന്നുകൊണ്ടാണ് ED അവലോകന യോഗത്തെ. രശ്മിയാണ് വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക് ഈ ഒണാട്ടുകരയുടെ ഇപ്പോൾ ഗോപിക കലശ പൂജ നടക്കുകയാണ് ക്ഷേത്രത്തിനുള്ളിൽ. അതിൻ്റെതായ ഈ പ്രേക്ഷകരിലേക്ക് അതിന്റെ ആ ഒരു വാദ്യമേലങ്കരുടെ ശബ്ദം കൂടിയാണ് എത്തുന്നത്. നമുക്ക് ഇനി കുറച്ചു വിശേഷങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്, കാരണം നമുക്ക് സമയം ഏതാണ്ട് തമിഴിയുടെ അധ്യായം അവസാനിക്കാറായി. കുറച്ച് വിശേഷങ്ങളിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് വളരെ വേഗം മടങ്ങിയെത്ത ഒരു ചെറിയ ഇടവേള.